Hi friends, I am Vishnumadhavi. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിന്. നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മളിന്ന് ഒരു മട്ടൺ വരട്ടലാണ് ചെയ്യുന്നത്. സോ നമുക്ക് വേണ്ടി ഇന്ന് കുക്ക് ചെയ്യുന്നത് എൻ്റെ സിസ്റ്ററാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല കഴുകി വൃത്തിയാക്കിയ 1 കിലോ മട്ടനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ മട്ടൻ ഒരു കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞങ്ങളിവിടെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 7 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. മട്ടൻ നന്നായി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഈ മട്ടൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു ചീനിച്ചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചീനിച്ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന 2 വലിയ സവോള അരിഞ്ഞതാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോളയുടെ നിറം ഒന്ന് മാറുന്നോടം വരെ നമ്മൾ നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ മട്ടനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിവിടെ ഇപ്പോൾ ഉപ്പ് ചേർക്കാൻ. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ. ഇപ്പോൾ ഏകദേശം ഒരു സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1.5 തക്കാളി നമ്മളിവിടെ അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ എടുത്തു വച്ചിരുന്ന മസാല ഇപ്പോൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതിലുണ്ട്. നമ്മളിപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമുക്കൊരു 5 മിനിറ്റ്സ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കുകയാണ്. മട്ടൻ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത്രയും ഗ്രേവിയുടെ ആവശ്യമില്ല, കാരണം നമ്മൾ മട്ടൻ വരട്ടുന്ന കാരണം. സോ ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം.
നമുക്ക് ഈ സ്റ്റേജ് വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. ഇത്ര ഗ്രേവി വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇന്ന് മട്ടൺ വരട്ടുന്ന കാരണം ഇതിൻ്റെ ഗ്രേവി നന്നായി വറ്റിച്ചെടുക്കുകയാണ്. ഇവിടെ നമ്മുടെ മട്ടൺ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായി വറ്റി. ഇപ്പം ഇനി നമുക്കിതിലേക്ക് ബാലൻസ് ഉണ്ടായിരുന്ന കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ വരട്ടിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഇതാണ് നമ്മളുണ്ടാക്കിയ മട്ടൺ വരട്ടിയത്. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. സോ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവരോടും ഒരുപാട് താങ്ക് യു.